ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരായാലും അത് നല്ലൊരു നേതാവാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ വേണം. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് മാത്രം ആകാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം അങ്ങനെയൊന്നുമില്ല. ആർക്ക് നല്ല അറിവുണ്ടാവുന്നോ, അല്ലെങ്കിൽ ആര് നല്ല രീതിയിൽ നേതൃത്വം നൽകുന്നോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരായാലും അത് നല്ലൊരു നേതാവാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ആൾക്കാർ ചോദിക്കേണ്ടത് അവൾ നല്ല നേതാവാണോ എന്നായിരിക്കണം, അല്ലാതെ അത് സ്ത്രീയാണോ എന്നുള്ള അങ്ങനെയല്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീ മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം? സരളമായി പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് മാത്രം ആകാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം അങ്ങനെയൊന്നുമില്ല. ആർക്ക് നല്ല അറിവുണ്ടാവുന്നോ, അല്ലെങ്കിൽ ആര് നല്ല രീതിയിൽ നേതൃത്വം നൽകുന്നോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആരായാലും അത് നല്ലൊരു നേതാവാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ വേണം. അല്ലാതെ പുരുഷന്മാർക്ക് മാത്രമേ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ആർക്ക് നല്ല അറിവുണ്ടോ, ആർക്ക് നല്ല നേതൃത്വം നൽകാൻ പറ്റുമോ, അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസറിഞ്ഞ് ആർക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അവർക്കൊക്കെ മുഖ്യമന്ത്രിയാവാം. അത് സ്ത്രീയോ പുരുഷനോ എന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പണ്ടത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്ക് കുറച്ച് പേർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ടീം നയിക്കാൻ ഒരു സ്ത്രീ ആണെങ്കിൽ അത് അവൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൂ എന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്ക് നല്ല അറിവുണ്ടോ, ഈ പറയുന്ന പോലെ ആർക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജെൻഡറിലല്ല കാര്യം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറി, പക്ഷേ ഇപ്പോഴും സമൂഹത്തിൽ ഈ ചില കാര്യങ്ങൾ മാറിയിട്ടില്ല. കാരണം സ്ത്രീയും പുരുഷനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും ഏതൊരു ഫോഴ്സ്, ആർമി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോലീസ്, അല്ലെങ്കിൽ നേവി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്ത് സംഭവമായാലും അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ചെയ്യാൻ പറ്റും. അതിൽ ശരിക്കും വേണ്ടത് ജെൻഡർ അല്ല. നമ്മളതിൽ ജെൻഡർ ഇട്ടിട്ട് കാര്യമില്ല. കാരണം നമുക്കതിൽ പ്രധാനമായിട്ടും വേണ്ടത് പെർഫോമൻസ് ആണ്. ആർക്ക് പെർഫോമൻസ് ഉണ്ടാവുന്നോ അവർ നയിക്കും നല്ലൊരു ടീം. ഇപ്പോൾ ഒരുപാട് മെയിൽ ഈഗോ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതായത് സ്ത്രീകൾ ഭരിച്ചാലൊന്നും ശരിയാവില്ല, പുരുഷന്മാർ തന്നെ വേണം, അതാണ് നല്ലത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തറിയാം, അല്ലെങ്കിൽ അങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞാൽ പെർഫോമൻസിനാണ് എല്ലാത്തിനും കാര്യം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ വാഴ 3 എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്തു. ആ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് ഈ മെയിൽ ഈഗോ തലക്ക് പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇതെന്താണ് പടം പൊട്ടും, അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ്, പീരീഡ്സ്, അവർക്ക് അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്ത് കഥ പറയാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയല്ല. കാരണം നമ്മളുടെ കഥ എന്താണോ, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഇത്ര നാൾ വാഴ 1ലും 2ലും പുരുഷന്മാരുടെ കഥ വന്നപ്പോൾ അവരാരും ഒരു കുറ്റവും പറഞ്ഞില്ല, അവരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തു. അതുപോലെ ഇനി പുരുഷന്മാരുടെ കഥ മാറി. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി, പക്ഷെ എന്നാലും ഇത് പറയണം, ഈ ഒരു അവസരത്തിൽ പറയണം. കാരണം ഈ ഒരു പുരുഷന്മാരുടെ ഹോസ്റ്റലിൽ, അതായത് ഒരു മെയിൽ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നിരവധി സിനിമകളിലും നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ത്രീകളുടെ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ല അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ലത്. അപ്പോൾ ഈ വാഴ 3 എന്ന് പറയുന്ന സിനിമകളിൽ ഇപ്പോൾ വിപിൻ ദാസ് പറയുന്ന റൈറ്റർ പറഞ്ഞൊരു കാര്യമാണ്, 90s ഉള്ള സ്ത്രീകളുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ അവരുടെ ഒരു കഥയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കത് എന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇത്രയും നാൾ അവർ നമ്മുടെ ഇപ്പോൾ വാഴ 1ലും 2ലും പുരുഷന്മാരുടെ കഥ വന്ന സമയത്ത് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ വാഴ 2 ഭയങ്കര രീതിയിലുള്ള, മലയാളത്തിൽ തന്നെ ഒരു മികച്ച രീതിയിലുള്ളൊരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം വന്നു. അതേപോലെ വാഴ 3ൽ ഇനിയിപ്പോൾ ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കഥ എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. കാരണം അതിലിപ്പോൾ സ്ത്രീ പുരുഷനൊന്നുമില്ല, കഥ എല്ലാവർക്കും ഉണ്ടാവും, കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കാര്യം പറയാനത് എല്ലാവർക്കും ഉണ്ടാവും. അത് സ്ത്രീ പുരുഷനൊന്നുമില്ല. അപ്പോൾ അതേ സെയിം ഫോർമാറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു വിഷയം, അതായത് സ്ത്രീ മുഖ്യമന്ത്രിയായാൽ എന്താണെന്നുള്ളത്. കാരണം നല്ലൊരു നേതാവാരാണ്. അതായത് ഇനിയുള്ള തലമുറയിൽ, ഇനി അങ്ങോട്ട് വരുന്ന തലമുറയിൽ സ്ത്രീകൾ കൂടുതൽ ഇതിലോട്ട് വരണം, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും, ഞാൻ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ പറയുന്നില്ല. അതായത് ആർക്ക് നല്ല പെർഫോമൻസ്, അതായത് ആർക്ക് നല്ല രീതിയിൽ ഒരു ടീം ലീഡ് ചെയ്യാൻ പറ്റുന്നോ, ആർക്ക് നല്ല രീതിയിൽ ഒരു അറിവുണ്ടാവുന്നോ, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാൻ, ആൾക്കാരെ നയിക്കാൻ, അല്ലെങ്കിൽ അതിന് ആർക്കൊക്കെ കേപ്പബിലിറ്റി ഉണ്ടോ അവരൊക്കെ
വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ മുഖ്യമന്ത്രിയായിട്ട് പുരുഷൻ തന്നെ വരണം അല്ലെങ്കിൽ പുരുഷൻ തന്നെ തുടരണം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നു അവരൊക്കെ അതിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മെയിൽ ഈഗോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാര്യം മാത്രം പറയുന്ന ആൾക്കാർക്ക് അവരൊക്കെ ഒരു ധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഒരു ടീം ലീഡ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ജയലളിത അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഇവരൊക്കെ നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ഒരു സംസ്ഥാനങ്ങളിൽ നയിച്ച ആൾക്കാരാണ്, വിജയകരമായി നയിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി നോക്കുകയാണെങ്കിൽ 1966 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളറിയാത്ത, നമ്മളിപ്പോൾ പുരുഷന്മാരെ മാത്രമേ ചിലപ്പോൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അത് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഒന്ന് റിസർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ അതിൽ 2 എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ ഓർമ്മയിൽ വന്ന 2 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്ദിരാഗാന്ധിയുടെ പിന്നെ ജയലളിതയുടെ കാര്യം. ഇവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ വിജയകരമായ ഒരു സംസ്ഥാനം നയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതങ്ങനെ പുരുഷന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, അത് ആർക്കും പറ്റും. ഇപ്പോൾ ഒരു സംസ്ഥാനമായാലും അല്ലെങ്കിൽ ഈ പറയുന്നൊരു രാജ്യമായാലും അത് നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല രീതിയിൽ നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നയിക്കാവുന്നതാണ്. ചിലർ എപ്പോഴും കരുതുന്നത് സ്ത്രീകൾക്ക് പൊളിറ്റിക്സ് ഭയങ്കര ടഫാണ്, അതൊക്കെ മെയിലുകൾക്ക് മാത്രം പറ്റിയിട്ടുള്ളതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിക്കും ഒരു മിത്താണ്. കാരണം ഈ പറയുന്ന പോലെ ഒരു ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആൾക്കാർ ചോദിക്കേണ്ടത് അവൾ നല്ല നേതാവാണോ എന്നായിരിക്കണം, അല്ലാതെ അത് സ്ത്രീയാണോ എന്നുള്ള അങ്ങനെയല്ല. അത് ആര് വന്നാലും നല്ല നേതാവാണോ, എങ്ങനെയാണ് ആൾക്കാരുടെ പൾസ് അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ജനങ്ങളെ പിന്നീട് ചോദിക്കേണ്ടത്. അപ്പോൾ അതുപോലെ കാലം മാറും, അതനുസരിച്ച് ഓരോ കാലം മാറ്റം വരുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയാലും എന്ത് കാര്യങ്ങളായാലും ജെൻഡർ നോക്കരുത്. നമ്മൾ നോക്കേണ്ടത് പെർഫോമൻസ് ആണ്, ആർക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ജെൻഡറോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കളറോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇനി വരും തലമുറ അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോഴായാലും ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ ഒരു സ്ത്രീ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവളൊരു സ്ത്രീ ആണോ എന്ന് ചോദിക്കരുത്, പകരം അവൾ നല്ല നേതാവാണോ എന്നായിരിക്കണം ആൾക്കാർ ചോദിക്കേണ്ടത്.